ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മോർണിംഗ് തന്നെ ഒരു വൈബ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 2-3 പൂക്കൾ പൊട്ടിക്കാനായിട്ട് പോവാണ്. ഈ പൂവ് പൊട്ടിക്കണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. അങ്ങ് കൊമ്പത്താണ് ഈ പൂവ് ഉണ്ടായി വരത്തുള്ളൂ. സംഭവം ഈ ഒരു പൂവ് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ചെടി ഇവിടെ ഉണ്ടല്ലേ എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അമ്മ ഇതിനെ വിളിക്കുന്നത് നാടൻ ജറപ്ര എന്നാണ്. ശരിക്കും ജറപ്രയുടെ ആ ഒരു ലുക്ക് തന്നെ ഉണ്ട്. വേണമെങ്കിൽ സൂര്യകാന്തി എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ സൂര്യകാന്തിയേക്കാളും കുറച്ചും കൂടി മാച്ചായിട്ട് വരുന്നത് ജറബറയിലാണ്. പക്ഷേ ഈ ഒരു ചെടിയുടെ പേരെന്താണെന്ന് എനിക്കും അമ്മയ്ക്കും അറിഞ്ഞുകൂടാ. സംഭവം നല്ല ഹൈറ്റിൽ അങ്ങോട്ട് വളർന്നിട്ട് ആ മുകളിലാണ് ഇതിൻ്റെ പൂവും മുട്ടുകളും എല്ലാം ഉണ്ടാവുന്നത്. ഇത് ഞാൻ വേറെ പല സ്ഥലത്തും ഞങ്ങളുടെ ഏരിയയിൽ തന്നെ ഒരു ഏരിയയിൽ മാത്രം വളർത്തിയിരിക്കുന്നത് കണ്ടു. അങ്ങനെ ഒരു ദിവസം പൊട്ടിച്ച വീഡിയോ ആണ് ഞാൻ കാണിച്ചത്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 5-6 പൂക്കള ഒരുമിച്ച് അങ്ങോട്ടുണ്ടായി. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാറുള്ള ഒരു പണിയാണ്, മാതാവിനെ വീട്ടിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഈ ഒരു ഓയാസിസിൽ ഞാനിപ്പോൾ ഡെയിലി പൂക്കൾ വെക്കും. ആ പൂക്കൾ നന്നായി വാടി കഴിയുമ്പോൾ അടുത്ത പൂക്കൾ വെക്കും. അങ്ങനെ ഒരു 3-4 ദിവസമെങ്കിലും ഓയാസിസിൽ നല്ല അടിപൊളിയായിട്ട് പൂക്കൾ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയും പൂക്കൾ കിട്ടിയപ്പോൾ എന്തായാലും ഓയാസിസിലത്തെ പൂക്കൾ ഒരുവിധം വാടി, അപ്പോൾ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മാതാവിൻ്റെ അടുത്തായിട്ട് ഇതേപോലെ കുഞ്ഞൊരു കൊട്ടയിൽ ഇതേപോലെ പൂ വെക്കാറുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ചെണ്ടുമല്ലി ഇപ്പോഴും നിൽക്കുന്നത് കൊണ്ട് ചെണ്ടുമല്ലീനെ കൂടെ ഈ ഒരു ഞങ്ങൾ വിളിക്കുന്ന നാടൻ ജറപ്രയിലൂടെ കുത്തി കയറ്റിയിട്ടുണ്ട്. പക്ഷേ സംഭവം കുറച്ച് ഫ്ലോപ്പായി എന്ന് തോന്നുന്നു. കാരണം ആ ഒരു നാടൻ ജറപ്രയുടെ ഭംഗി അങ്ങോട്ട് പോയ പോലെ എനിക്ക് തോന്നി. സാരല്ല, പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അമ്മ പറഞ്ഞു ഈ ഒരു ചെണ്ടുമല്ലി വെച്ചപ്പോൾ ആ ഒരു പൂവിൻ്റെ ഭംഗി എടുത്ത് കാണാനില്ലെന്ന്. പിന്നെ നമുക്ക് ചെണ്ടുമല്ലി പൊട്ടിച്ച് നിലയ്ക്ക് അത് കളയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ ചെണ്ടുമല്ലികളെല്ലാം എടുത്തിട്ട് ഇടയിൽ നിന്നൊക്കെ എടുത്തിട്ട് താഴെ ഇതേപോലെ നിരത്തി അങ്ങോട്ട് കുത്തി വെച്ചെടുത്തു. ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. രണ്ടും സെപ്പറേറ്റ് ആക്കി വെച്ചപ്പോൾ ആ ഒരു പൂവിനെയും കൂടി കുറച്ചും കൂടി എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നാലും ചെണ്ടുമല്ലി വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ചെണ്ടുമല്ലിക്ക് പകരം അവിടെ നമ്മൾ മാതാവിൻ്റെ അന്ന് അലങ്കരിച്ച പോലെ കുറച്ച് എവർഗ്രീൻ്റെ ഇലകളൊക്കെ വെച്ച് സെറ്റാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാക്കാമെന്ന് തോന്നി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ ഈ ഒരു പൂവിൻ്റെ പേര് അറിയുന്നവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.